ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളാണ്. 6th മൊഡ്യൂൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ് ആൻഡ് മെഷീൻ ടൂൾസ് ആണ്. അതിൽ ഫസ്റ്റ് പാർട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. മാനുഫാക്ചറിങ് ഈസ് എ പ്രോസസ് ഓഫ് ഷേപ്പിംഗ് റോ മെറ്റീരിയൽസ്, മെഷീനിങ് ദം ആൻഡ് ജോയിനിങ് ദം ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്. അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് അതിനെ ഫൈനൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് നമ്മൾ ഡിഫറെൻറ്റ് യൂസസിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് ആ റോ മെറ്റീരിയലിനെ ചിലപ്പം കട്ട് ചെയ്യേണ്ടി വരും, ജോയിൻ ചെയ്യിക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. ആ ഓപ്പറേഷൻസിനൊക്കെ പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, മാനുഫാക്ചറിങ് പ്രോസസ്സിന് മെയിനായിട്ട് 5 കാറ്റഗറീസിലോട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഷേപ്പിംഗ് പ്രോസസ്സ്. ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇൻ ഷേപ്പിംഗ് പ്രോസസ്സ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ചേഞ്ച്ഡ് വിത്തൗട്ട് ദ റിമൂവൽ ഓഫ് മെറ്റീരിയൽ. മീൻസ് ഷേപ്പിംഗ് പ്രോസസ്സിൽ ഒരിക്കലും മെറ്റീരിയൽ റിമൂവിങ് ചെയ്യുന്നില്ല, ബൾക്കായിട്ടുള്ള മെറ്റീരിയൽ റിമൂവലില്ല. അതിന് പകരം എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലെ കമ്പോണൻസിനെ കംപ്രസ് ചെയ്തിട്ടോ അങ്ങനെ പല ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പും സൈസും ചേഞ്ച് ചെയ്യും. ഓക്കെ, അല്ലാണ്ട് കട്ടിംഗ് ടൂൾസൊക്കെ വെച്ചിട്ടുള്ള മെറ്റീരിയൽ റിമൂവൽ ഷേപ്പിംഗ് പ്രോസസ്സിൽ ഇല്ല. കോമൺലി യൂസ്ഡ് ഷേപ്പിംഗ് പ്രോസസ്സ് ആർ കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിംഗ്, എക്സ്ട്രൂഷൻ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ മെഷീനിങ് പ്രോസസ്സ്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. In machining process, the shape and size of the metal is changed by removing the material from the unwanted portions of the workpiece. Means machining process എന്ന് പറഞ്ഞാൽ മെറ്റൽ റിമൂവിങ് പ്രോസസ്സാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, മെഷീനിങ് പ്രോസസ്സ് നോർമലി ചെയ്യുന്നത് ഷേപ്പിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കമ്പോണൻസിനെ ഫൈനലായിട്ട് ഡയമെൻഷൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെഷീനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. മെഷീനിങ് പ്രോസസ്സിന് എക്സാമ്പിൾസ് ടേണിങ്, ഡ്രില്ലിങ്, മില്ലിങ്, ഗ്രൈൻഡിങ് എക്സെട്ര. ഈ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് ജോയിനിങ് പ്രോസസ്സ്. ഇത് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയായിരിക്കും. ജോയിനിങ് പ്രോസസ്സിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് നമുക്ക് യുണൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് കമ്പോണൻസ് ഒന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ജോയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജോയിനിങ് പ്രോസസ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിങ്, ബോൾട്ടിങ്, റിവറ്റിങ് ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. അതിൽ വെൽഡിങ് പോലെയുള്ള പ്രോസസ്സൊക്കെ പെർമനൻറ്റ് ജോയിൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ബോൾട്ടിങ് ഒക്കെ ടെമ്പററി ജോയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസാണ്. നാലാമത്തത് സർഫസ് ഫിനിഷിംഗ് പ്രോസസ്സ്. ഓക്കെ, നമ്മൾ ഫൈനൽ ഡയമെൻഷനിലുള്ള പ്രൊഡക്റ്റ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില കമ്പോണൻസിനൊക്കെ അതിൻ്റെ സർഫസ്, എക്സ്റ്റേണൽ സർഫസ് ചിലപ്പം ചില കോട്ടിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ അയണിൻ്റെ ഒക്കെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൽ കോട്ടിംഗ് ഒക്കെ ചെയ്യും. അത്തരം ഓപ്പറേഷന് പറയുന്ന പേരാണ് സർഫസ് ഫിനിഷിംഗ് ഓപ്പറേഷൻ. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ദ സർഫസ് ഫിനിഷിംഗ് പ്രോസസ് പ്രൊവൈഡ്സ് റിക്വയർഡ് ക്ലീനിങ്, സർഫസ് ഫിനിഷ് ആൻഡ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ടു ദി ഫൈനൽ പ്രൊഡക്റ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദി ഡയമെൻഷൻ ഓഫ് ദി പാർട്ട്. ഓക്കെ, ഗാൽവനൈസിങ്, ഇലക്ട്രോപ്ലേറ്റിംഗ് അതൊക്കെ അതിൽ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അടുത്തത് അഞ്ചാമത്തത് പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സ്. ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇൻ പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സ് ദ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ചേഞ്ച്ഡ് ടു അച്ചീവ് ഡിസൈർഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദി ഡയമെൻഷൻ. ഓക്കെ, പ്രോപ്പർട്ടി ചേഞ്ചിങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ കമ്പോണൻറ്റിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഹാർഡ്നെസ്, ഡക്റ്റിലിറ്റി പോലെയുള്ള പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രോപ്പർട്ടി ചേഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ മെറ്റീരിയലിൻ്റെ ഡയമെൻഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് എക്സാമ്പിളാണ് അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ്, ടെമ്പറിങ് എക്സെട്ര. ഓക്കെ, അടുത്ത നോക്കാനുള്ള ടോപ്പിക്ക് ഹോട്ട് വർക്കിംഗ് ആൻഡ് കോൾഡ് വർക്കിംഗ് ആണ്. നമ്മളെ മെറ്റീരിയൽ ചിലപ്പം ചെയ്യുന്നത് ഹോട്ട് വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കോൾഡ് വർക്കിംഗ് ആയിരിക്കും. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, ഒരു മെറ്റൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചറിനെ
റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, ആ മെറ്റലിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കൂടിയൊരു ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ മെറ്റലിനെ വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെ ഹോട്ട് വർക്കിംഗ് എന്ന് പറയും. അതേപോലെ ആ മെറ്റലിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും താഴെയുള്ളൊരു ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. കോൾഡ് വർക്കിംഗ് നോർമലി റൂം ടെമ്പറേച്ചറിലാണ് നോർമലി ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഹീറ്റ് ചെയ്യുന്നത് ഒരിക്കലും റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും ഉയർന്നൊരു ടെമ്പറേച്ചറിലോട്ട് പോകില്ല. ഓക്കെ, അടുത്തത് നോക്കാനുള്ള ടോപ്പിക് കാസ്റ്റിംഗ്. ഓക്കെ, ഇതൊരു ഷേപ്പിംഗ് പ്രോസസ്സാണ്. ഓക്കെ, ആദ്യം കാസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. കാസ്റ്റിംഗ് ഈസ് എ മാനുഫാക്ചറിങ് പ്രോസസ് ഇൻ വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് poured into a mold or cavity and allowed to solidify. അങ്ങനെ വെച്ചാൽ എന്താ, കാസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നത്, മെറ്റൽ മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ ഏതെങ്കിലും ഒരു ക്യാവിറ്റി, ആ ക്യാവിറ്റിക്ക് എനിക്ക് വേണ്ടുന്ന ഫൈനൽ കമ്പോണൻറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ക്യാവിറ്റിയിലോട്ട് എന്ത് ചെയ്യും, നമ്മളെ മോൾട്ടൺ മെറ്റൽ ഒഴിക്കും. ഓക്കെ, ആ മെറ്റൽ സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ ക്യാവിറ്റിയുടെ ഷേപ്പ് ആർക്ക് കിട്ടും, ആ മെറ്റലിന് കിട്ടും, സോളിഡിഫൈ ചെയ്ത മെറ്റലിന് കിട്ടും. മീൻസ് എൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എനിക്ക് അവിടെ കിട്ടി. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കൂ, എനിക്ക് കിട്ടേണ്ട ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ് വെച്ചോ. ഓക്കെ, ആ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി ഇവിടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ആ ക്യാവിറ്റിയിലോട്ട് മോൾട്ടൺ മെറ്റൽ പോർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, ആ ക്യാവിറ്റി മൊത്തമായിട്ട് ആ മോൾട്ടൺ മെറ്റൽ വന്ന് ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ആ മോൾട്ടൺ മെറ്റൽ സോളിഡിഫൈ ചെയ്യും. അതിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് ആ മെറ്റൽ വരും. ഓക്കെ, അതിനുശേഷം ആ മോൾഡ് ഒഴിവാക്കി എന്ത് കിട്ടും, എനിക്ക് വേണ്ടുന്ന ആ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഇതാണ് കാസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി പഠിക്കാനുള്ള ടോപ്പിക്ക് സാൻഡ് കാസ്റ്റിംഗ് ആണ്. ഓക്കെ, ആ മോൾഡ് അല്ലെങ്കിൽ ക്യാവിറ്റി സാൻഡ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സാൻഡ് കാസ്റ്റിങ്സ് ആർ മെയ്ഡ് ബൈ യൂസിങ് സാൻഡ് മോൾഡ്. ആ സാൻഡ് മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ബോക്സ്, അതിന് പറയുന്ന പേരാണ് മോൾഡിംഗ് ബോക്സ്. മോൾഡിംഗ് ബോക്സ് മെയിനായിട്ട് രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഉപയോഗിക്കുക. ടോപ്പ് പാർട്ടും ഉണ്ടാവും, ബോട്ടം പാർട്ടും ഉണ്ടാവും. ഇതാണ് കാണിച്ചിരിക്കുന്ന ഒരു മോൾഡിംഗ് ബോക്സ്. ഇതിൻ്റെ രണ്ട് എൻഡും, ടോപ്പ് എൻഡും ബോട്ടം എൻഡും ഓപ്പൺ ആയിരിക്കും. ഓക്കെ, കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് രണ്ട് മോൾഡിംഗ് ബോക്സ് ഉപയോഗിക്കുന്നുണ്ടാവും. ടോപ്പ് ബോക്സും ഉണ്ടാവും, ബോട്ടം ബോക്സും ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ടോപ്പ് ബോക്സിന് പറയുന്ന പേര് കോപ്പ് എന്ന് പറയും. അതേമാതിരി ബോട്ടം ബോക്സിൻ്റെ പേര് ഡ്രാഗ് എന്നും പറയും. ഇനി സാൻഡ് കാസ്റ്റിങ്ങിലുള്ള ഡിഫറെൻറ്റ് ടെർമിനോളജീസ് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ കോപ്പും കാണിച്ചിട്ടുണ്ട്, ഡ്രാഗും കാണിച്ചിട്ടുണ്ട്. ടോപ്പ് ബോക്സിന് പറയുന്ന പേരാണ് കോപ്പ്, ബോട്ടം ബോക്സിന് പറയുന്ന പേരാണ് ഡ്രാഗ്. ഓക്കെ, ഈ ബോട്ടം ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു മോൾഡിംഗ് ബോർഡിൻ്റെ മുകളിലാണ്. ഓക്കെ ആണോ? ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു മോൾഡ് ക്യാവിറ്റി കാണുന്നുണ്ട്. ഇതാണ് മോൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇവിടത്തോട്ടാണ് നമ്മളെ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്തുന്നത് വന്ന് നിൽക്കുന്ന പ്ലേസ് ഈ ക്യാവിറ്റിയാണ്. ഓക്കെ ആണോ? ഇനി കോറ് കാണുന്നുണ്ട്. നമ്മളെ കമ്പോണൻസ് ചിലപ്പം സോളിഡ് കമ്പോണൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹോളോ കമ്പോണൻ്റ് ആയിരിക്കും. ഹോളോ മീൻസ് ഇൻറ്റേർണൽ ക്യാവിറ്റീസൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ ഇൻറ്റേർണൽ ക്യാവിറ്റീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കോർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആ കോറ് ആ മോൾഡ് ക്യാവിറ്റിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോറ് നിൽക്കുന്ന സ്ഥലത്തേക്ക് മോൾട്ടൺ മെറ്റലിന് വരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അവിടെ എന്തായി, ഫൈനൽ കമ്പോണൻറ്റിൽ അത് ഒരു ഇൻറ്റേർണൽ ക്യാവിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അടുത്തത് പോറിംഗ് ബേസിൻ. പോറിംഗ് ബേസിൻ ഏറ്റവും ടോപ്പിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു റീജിയനിലോട്ടാണ് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി സ്പ്രൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പോറിംഗ് ബേസിനെ ആ സ്പ്രൂ ബേസിനുമായിട്ട് കണക്ട് ചെയ്യും. മീൻസ്
സ്പ്രൂ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആ മോൾട്ടൺ മെറ്റലിനുള്ള വെർട്ടിക്കൽ പാസേജിന് പറയുന്ന പേരാണ് സ്പ്രൂ. ഓക്കെ, ഇനി അടുത്തത് ഗേറ്റ്. ഈ സ്പ്രൂവിൻ്റെ ബോട്ടം സ്പ്രൂ ബേസാണ്. അവിടുന്ന് എന്ത് ചെയ്യും, ഈ ഒരു റീജിയൺ, ഈ ഒരു ഹൊറിസോണ്ടൽ റീജിയണ് റണ്ണർ എന്ന് പറയും. ഓക്കെ, ആ റണ്ണറിന് ശേഷമുള്ള ഈ ഒരു റീജിയനാണ് ഗേറ്റ്. ഓക്കെ, ആ ഗേറ്റ് വഴിയാണ് ഡയറക്റ്റായിട്ട് മോൾട്ടൺ മെറ്റൽ എങ്ങോട്ട് വരുന്നത്, ആ മോൾഡ് ക്യാവിറ്റിയിലോട്ട് വരുന്നത്. ഒരുക്കാണ്ട് പറയാം, പോറിൻ ബേസിൽ എന്ത് ചെയ്യും, മെറ്റൽ ഒഴിക്കും, അവിടുന്ന് സ്പ്രൂ വഴി നേരെ താഴോട്ട് വരും. പിന്നെ റണ്ണർ, ആ ഹൊറിസോണ്ടൽ പാസേജ് റണ്ണറാണ്, അതിൻ്റെ എൻഡ് ഗേറ്റാണ്. ആ ഗേറ്റ് വഴി എങ്ങോട്ട്, ആ മോൾഡ് ക്യാവിറ്റിയിലോട്ട് മോൾട്ടൺ മെറ്റൽ വരും. ഓക്കെ, ആ മോൾട്ടൺ മെറ്റൽ ആ ക്യാവിറ്റി മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം എങ്ങോട്ടാണ് പോവുക, നേരെ റൈസർ വഴി മുകളിലോട്ട് വരും. ഓക്കെ, റൈസർ വഴി മുകളിലോട്ട് മോൾട്ടൺ മെറ്റൽ വന്നാൽ നമുക്കെന്ത് മനസ്സിലാക്കാം, ആ ക്യാവിറ്റി മൊത്തമായിട്ട് എന്ത് മോൾട്ടൺ മെറ്റൽ ഫില്ലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. റൈസറിന് വേറെയും ഫങ്ഷൻസ് ഉണ്ട്. അടുത്ത ഫങ്ഷൻ എന്ന് വെച്ചാൽ, ഇവിടെയുള്ള മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിനെ ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ സൈസ് കുറയും. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ റൈസറിലുള്ള മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, നേരെ തിരിച്ചിട്ട് മോൾഡിലോട്ട് വന്നിട്ട് അതിൻ്റെ എക്സാക്റ്റ് ഡയമെൻഷനിലോട്ട് അതിൻ്റെ ഷേപ്പ് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വേറൊരു ഫംഗ്ഷൻ റൈസറിൻ്റെ എന്ന് വെച്ചാൽ, ഇതിനുള്ള മോൾട്ടൺ മെറ്റൽ ഇതുവഴി വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിനൊക്കെ പുറത്തോട്ട് പോകണം. ഓക്കെ, അതിനുള്ള ഒരു വഴിയാണ് ഈ റൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പിന്നുണ്ട്. പിന്നെന്തിനാണ് ഉപയോഗിക്കുന്നത്, കോപ്പ് ബോക്സിനെയും പിന്നെ ഡ്രാഗ് ബോക്സിനെയും കറക്റ്റ് അലൈൻമെൻറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കമ്പോണൻസൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പാറ്റേൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ ക്യാവിറ്റി അതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഹോൾ അതിൽ ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പാറ്റേൺ. ഓക്കെ, നമ്മുടെ ഈ പാറ്റേൺ എന്ന് വെച്ചാൽ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ സെയിം ഷേപ്പ് ആൻഡ് ഡയമെൻഷൻ ഉണ്ടായിരിക്കണം പാറ്റേണിന്. എന്നാൽ മാത്രമേ ആ ക്യാവിറ്റിയിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സമയത്ത് എനിക്ക് ആ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ പാറ്റേൺ 2 ഹാഫായിട്ടാണ് നോർമലി ഉണ്ടാവുക. ഓക്കെ, അതിൽ കോപ്പ് ബോക്സിൽ വെക്കുന്നതിന് കോപ്പ് പാറ്റേൺ എന്ന് പറയും, ഡ്രാഗ് ബോക്സിൽ വെക്കുന്നതിന് ഡ്രാഗ് പാറ്റേൺ എന്ന് പറയും. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർ, അതിൻ്റെ യൂസ് എന്താണെന്ന്. ഈ ഫിഗർ നോക്കിയാൽ കറക്റ്റ് കോറിൻ്റെ യൂസ് എന്താണെന്ന് തിരിയും. ആദ്യം ഈ ഫൈനൽ പ്രൊഡക്റ്റ് ഒന്ന് നോക്കിയാൽ അതിലെന്താ ഉള്ളത്, ഇവിടെ ഒരു ഹോളോ സെക്ഷൻ കാണുന്നുണ്ട് അല്ലേ. ആ ഹോളോ സെക്ഷൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതിലോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക, ഇവിടെയൊക്കെ ഫില്ലാവും. ഈ ഒരു റീജിയനിലൊക്കെ മോൾട്ടൺ മെറ്റൽ ഫില്ലാവും. എവിടെ ഫില്ലാവില്ല, ഈ ഒരു റീജിയനിൽ മോൾട്ടൺ മെറ്റൽ ഫില്ലാവില്ല. അതെങ്ങനെ ഉണ്ടാവും, അത് ഹോളോ പാർട്ടായിട്ട് തന്നെ ഉണ്ടാവും. ഈ റിക്വയർഡ് ഫൈനൽ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്യും. അതാണ് കോറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി സാൻഡ് കാസ്റ്റിംഗ് പ്രൊസീജിയർ. സാൻഡ് കാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതിലുള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫിഗർ. അതിലെന്താ ചെയ്തിരിക്കുന്നത്, ഒരു ബോർഡിൻ്റെ മുകളിൽ ആര് വെച്ചിട്ടുണ്ട്, ഡ്രാഗ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഡ്രാഗ് ബോക്സിൻ്റെ പിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലാണെന്നുള്ളത്. അതേമാതിരി അതിലെന്തുണ്ട്, നമ്മുടെ പാറ്റേൺ, ഫൈനൽ പാറ്റേണിൻ്റെ ഹാഫ് ഉണ്ട് അതിൽ വെച്ചിട്ട്. ഓക്കെ ആണോ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യും, ഈ ഒരു ടോപ്പ് പോർഷനിൽ മൊത്തം സാൻഡ് ഇട്ട് നിറക്കും. സാൻഡ് ഇട്ട് നിറച്ചിട്ട് ടൈറ്റായിട്ട് റാം ചെയ്തിട്ട് ടൈറ്റ്ലി പാക്ക്ഡ് സാൻഡ് ആയിരിക്കും ഇനി ഇവിടെയൊക്കെ ഉണ്ടാവുക. ഓക്കെ, ആ മോൾഡ് ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല, ആ സാൻഡ് ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല. സ്പെഷ്യൽ സാൻഡാണ് അതിന് ഉപയോഗിക്കുക. ഓക്കെ, ആ റീജിയൻ മൊത്തം എന്ത് ചെയ്യും, സാൻഡ് ഇട്ട് നിറക്കും. ഓക്കെ, സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ഫിഗർ, ആ ഫിഗർ എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഈ ബോക്സ് ഡ്രാഗ് ബോക്സ് എങ്ങനെ ഉണ്ടായി, ആദ്യം പിന്നെ താഴോട്ടുണ്ടായിന്, ഇപ്പോഴെങ്ങനെയായി, അതിനെ നേരെ തിരിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ താഴെയുണ്ടായ പാറ്റേൺ മുകളിൽ ആയിട്ടുണ്ട്. ഓക്കെ ആണോ, അതാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത്, ഇതാണ് തേർഡ് ഫിഗർ. അതിലെന്താ ചെയ്തിരിക്കുന്നത്, ആ പാറ്റേണിൻ്റെ അടുത്ത ഹാഫ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, റൈസർ പിന്നും വെച്ചു, സ്പ്രൂ പിന്നും വെച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ അലൈൻമെൻറ്റ് പിന്ന് വെച്ചിട്ടാണ് പിന്നെ കോപ്പും ഡ്രാഗും ബോക്സ് ഒരേ അലൈൻമെൻറ്റിൽ വെക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്, ഈ ഒരു റീജിയണിൽ മൊത്തം, ടോപ്പിൻ്റെ ആ റീജിയണിൽ മൊത്തം എന്ത് ചെയ്തു,
സാൻഡ് ഇട്ടു. ഓക്കെ, സാൻഡ് ഇട്ട് ടൈറ്റായിട്ട് റാം ചെയ്തു. ഈ 4th ഫിഗറുമാരിലെ അറേഞ്ച്മെൻറ്റിൽ അത് എത്തിച്ചു. ഓക്കെ, സാൻഡ് കറക്റ്റ് ടൈറ്റായിട്ട് റാം ചെയ്തെല്ലാം റെഡിയാക്കി. ഇനി എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ആ റൈസർ പിന്നും സ്പ്രൂ പിന്നും രണ്ടും റിമൂവ് ചെയ്യും. ഇതും റിമൂവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? ഇവിടെ ഒരു പോറിംഗ് ബേസിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതിലില്ലേ ഈ ടോപ്പ് ബോക്സ് മാറ്റിയിട്ട് വേറൊരു ബോർഡിൻ്റെ മുകളിൽ വെക്കും. ടോപ്പ് ബോക്സ് അവിടെ നിന്ന് അങ്ങനെ റിമൂവ് ചെയ്തിട്ട് വേറൊരു ബോർഡിൻ്റെ മുകളിൽ വെക്കും. ഓക്കെ, അതിനുശേഷം 2 സാൻഡ് മോൾഡിൽ നിന്നും ഈ പാറ്റേൺ റിമൂവ് ചെയ്യും. ഓക്കെ ആണോ? അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യും? ആ ഗേറ്റിംഗ് സിസ്റ്റം കട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? ആ മാറ്റി വെച്ച മുകളിലത്തെ ബോക്സ് തിരിച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഈ ഡ്രാഗ് ബോക്സിൻ്റെ മുകളിൽ തന്നെ കോപ്പ് ബോക്സ് കൊണ്ടുവെക്കും. ഓക്കെ, അതിനുശേഷം ആ പോറിംഗ് ബേസിലോട്ട് മെറ്റൽ പോർ ചെയ്ത് കൊടുക്കും. എന്ത് ചെയ്യും? ആ സ്പ്രൂ വഴി ഗേറ്റിംഗ് സിസ്റ്റം വഴി മെറ്റൽ വന്നിട്ട് എന്ത് ചെയ്യും? ഈ മോൾഡ് ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്യും. അതിനുശേഷം റൈസർ വഴി മുകളിലെത്തും. ഓക്കെ, റൈസർ വഴി മുകളിലെത്തി നമുക്കൊന്ന് മനസ്സിലാക്കാം ആ ക്യാവിറ്റി ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന്. അതിനുശേഷം എന്ത് ചെയ്യും? അവിടെയുള്ള മെറ്റൽ സോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലോട്ട് വരും. ഈ സാൻഡ് മോൾഡ് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ കമ്പോണൻറ്റ് ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി ക്ലീനിങ് പോലുള്ള ഓപ്പറേഷൻസും റൈസർ അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്ന ഓപ്പറേഷൻസൊക്കെ ചെയ്യും. ഓക്കെ, ഇതാണ് സാൻഡ് കാസ്റ്റിംഗ് പ്രൊസീജിയർ. അടുത്തത് നോക്കാനുള്ളത് കുറച്ച് ഡിഫക്ട്സ് ആണ്, കാസ്റ്റിങ്ങിൽ വരുന്ന ഡിഫക്ട്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ബ്ലോ ഹോൾസ്. അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കുക. സ്മൂത്ത് റൗണ്ട് ഹോൾസ് ബിലോ ദി സർഫസ് ഓഫ് ദി കാസ്റ്റിംഗ് വിച്ച് ആർ നോട്ട് വിസിബിൾ ഫ്രം ഔട്ട്സൈഡ് ആർ നോൺ ആസ് ബ്ലോ ഹോൾസ്. ഇവിടെ ഫിഗറിൽ ബ്ലോ ഹോൾസ് കാണിച്ചിട്ടുണ്ട്. എന്താണ് ബ്ലോ ഹോൾസ്? ബ്ലോ ഹോൾസും ഓപ്പൺ ഹോൾസും രണ്ടും കാണിച്ചിട്ടുണ്ട്. ബ്ലോ ഹോൾസ് എവിടെയാണ് ഉണ്ടാവുക? കാസ്റ്റിങ്ങിൻ്റെ അകത്തായിട്ടാണ് ബ്ലോ ഹോൾസ് ഉണ്ടാവുക. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആ മോൾട്ടൺ മെറ്റൽ ആ ക്യാവിറ്റിയിലോട്ട് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ഗ്യാസിന് പുറത്തു പോകാൻ പറ്റിയിട്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ആ മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് തന്നെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. ഓക്കെ, ആ സമയത്ത് അത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഗ്യാസ് ആ കാസ്റ്റിങ്ങിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ അകത്ത് തന്നെ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അത്തരം ഹോൾസിന് പറയുന്ന പേരാണ് ബ്ലോ ഹോൾസ്. ഓക്കെ, സെക്കൻഡ് വൺ ഇൻക്ലൂഷൻസ്. ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ കാസ്റ്റിങ്ങിൽ ഏതെങ്കിലും നമ്മളെ റിക്വേർഡ് മെറ്റൽ അല്ലാണ്ട് പുറത്തുനിന്ന് ഏതെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻക്ലൂഷൻ. ഓക്കെ, മൂന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സ്വെൽ. അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ ലോക്കലൈസ്ഡ് ഓർ ഓവറോൾ എൻലാർജ്മെൻറ്റ് ഓഫ് ദി കാസ്റ്റിംഗ്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ലൂസ് റാമിങ് ഓഫ് സാൻഡ്. ഓക്കെ, നമ്മളെ സാൻഡ് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും? അത് ആ സാൻഡിനെ പുറകിലോട്ട് തള്ളും. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ക്യാവിറ്റിയുടെ സൈസ് എന്ത് ചെയ്യും? ഇനീഷ്യൽ സൈസിനെക്കാട്ടും വലിയൊരു സൈസിലോട്ട് പോകും. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡാഷ്ഡ് ലൈനാണ് എൻ്റെ റിക്വേർഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഞാൻ സാൻഡ് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വരുന്ന മോൾട്ടൺ മെറ്റൽ ആ സാൻഡിനെ പുറത്തോട്ട് തള്ളിയിട്ട് എന്ത് ചെയ്യും? കുറച്ചും കൂടെ വലിയൊരു ഷേപ്പിലോട്ട് ആ ക്യാവിറ്റി മാറും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈസും എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, ആ എൻലാർജ്മെൻറ്റിനെ പറയുന്ന പേരാണ് സ്വെൽ എന്ന് പറയുന്നത്. അടുത്ത കാസ്റ്റിംഗ് ഡിഫക്റ്റ് ഹണി കോമ്പിങ്. ഓക്കെ, ഇത് ഹണി കോമ്പിങ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ആ ഡിഫക്റ്റ്? സർഫസിലുണ്ടാകുന്നൊരു ഡിഫക്റ്റാണ്. എന്താ? ഒരുപാട് ക്യാവിറ്റീസ് ആ സർഫസിൽ ഇങ്ങനെ ഫോം ചെയ്തിട്ട് വരുന്നൊരു ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ഹണി കോമ്പിങ്. ഓക്കെ, ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മോൾട്ടൺ മെറ്റൽ ഉണ്ടാകുന്ന ഡേർട്ട് പാർട്ടിക്കിൾസ് അത് ഏറ്റവും ഔട്ടർ പോർഷനിലോട്ട് പോകും. അത് സർഫസിൽ ഇതേമാതിരി ക്യാവിറ്റീസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിനെ പറയുന്ന പേരാണ് ഹണി കോമ്പിങ്. ഓക്കെ, അടുത്ത കാസ്റ്റിംഗ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് എന്താണ്? ഈ ഡയഗ്രാം നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മുടെ ടോപ്പ് ഇത് എക്സാക്റ്റ് കമ്പോണൻ്റ് ആണ്. ഇതെന്താണ്? ഒരു ഡിഫക്റ്റീവ് പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും തമ്മിൽ എന്തില്ല? അലൈൻമെൻ്റ് ഇല്ല, ഒരു മിസ്മാച്ച് ഉണ്ട്. അതാണ് പറയുന്നത് ഷിഫ്റ്റ്. അതിൻ്റെ കാരണം എന്തായിരിക്കും?
ഒന്നുകിൽ ആ പാറ്റേൺ വെച്ചിരിക്കുന്നത് കറക്റ്റ് അലൈൻമെൻറ്റിലല്ല, ക്യാവിറ്റിയുടെ ഷേപ്പ് പോയി, അല്ലെങ്കിലോ ആ കോപ്പ് ബോക്സും ഡ്രാഗ് ബോക്സും തമ്മിൽ അലൈൻമെൻറ്റിൽ വെച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് എന്താണ്? മിസ്മാച്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത പറയുന്ന ഡിഫക്റ്റ് മിസ് റൺ. മിസ് റൺ എന്താണെന്ന് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇൻകംപ്ലീറ്റ് കാസ്റ്റിംഗ് ആണ് മിസ് റൺ. അതിൻ്റെ കാരണം എന്താണ്? ആ മോൾട്ടൺ മെറ്റലിന് ആ ക്യാവിറ്റിയുടെ എല്ലാ സ്ഥലത്തോട്ടും എത്താൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു റീജിയൻ നോക്കിയാൽ ഇവിടെ എന്താണ്? മെറ്റൽ ഫില്ല് ചെയ്തിട്ടില്ല. അത്തരം ഡിഫക്റ്റിന് പറയുന്ന പേരാണ് മിസ് റൺ. ഓക്കെ, അത് നമ്മളെ മെറ്റലിന് അഡിക്വേറ്റ് ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റി ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്ന ഒരു ഡിഫക്റ്റാണ് മിസ് റൺ എന്ന് പറയുന്നത്. മീൻസ് കാസ്റ്റിംഗ് ഇൻകംപ്ലീറ്റ് ആവും, എല്ലാ ക്യാവിറ്റി മൊത്തമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അടുത്ത 7ാമത്തെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിൻ. ഓക്കെ, ഫിൻസ് എന്താ അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫിൻസ് ആർ തിൻ പ്രൊജക്ഷൻസ്, ഈ കാണിച്ചിരിക്കുന്നത് തിൻ പ്രൊജക്ഷൻസ് ഓഫ് മെറ്റൽ നോട്ട് ഇൻറ്റൻഡഡ് ആസ് എ പാർട്ട് ഓഫ് കാസ്റ്റിംഗ്. ഓക്കെ, ദീസ് യൂഷ്വലി ഒക്കർ അറ്റ് ദ പാർട്ടിംഗ് ലൈൻ ഓഫ് ദി മോൾഡ്. നമ്മളെ കോപ്പ് ബോക്സും ഡ്രാഗ് ബോക്സും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തിലെ ആ പാർട്ടിംഗ് സർഫസിൽ വരുന്ന നോർമലി ഫോം ചെയ്യുന്നൊരു ഡിഫക്റ്റാണ് ഫിൻ എന്ന് പറയുന്നത്. മീൻസ് അതൊരു പ്രൊജക്ഷൻസ് ആണ്, നമ്മളെ കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടുന്നതല്ല, അഡീഷണൽ ആയിട്ട് വരുന്ന പുറത്തോട്ടുള്ള പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് ഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് ഇതിൽ നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ്. ഈ സാൻഡ് മോൾഡ് ഉണ്ടാക്കുന്ന സാൻഡിന് വേണ്ടുന്ന റിക്വയർഡ് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പൊറോസിറ്റി ഓർ പെർമേബിലിറ്റി. പൊറോസിറ്റി ഓർ പെർമേബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഗ്യാസസ്, ഈ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്ന സമയത്ത് സ്റ്റീം ആസ് വെൽ ആസ് ഗ്യാസസ് ഫോം ചെയ്യും. ഓക്കെ, ആ ഗ്യാസസിനൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആ സാൻഡിനെ അലോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആ സാൻഡിന് റിക്വയർഡ് പൊറോസിറ്റി ഉണ്ട്. ഓക്കെ, ഒന്ന് ഡെഫിനേഷൻ നോക്കുക. ദ പ്രോപ്പർട്ടി ദാറ്റ് അലൗസ് ദ പാസേജ് ഓഫ് ഗ്യാസസ് ത്രൂ ദ മോൾഡ് ഈസ് ടേംഡ് ആസ് പൊറോസിറ്റി ഓർ പെർമേബിലിറ്റി. ഓക്കെ, നമ്മുടെ സാൻഡിന് റിക്വയർഡ് പൊറോസിറ്റി ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ആ ഗ്യാസസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്ത് വെക്കും, ബ്ലോ ഹോൾസ് പോലെയുള്ള ഡിഫക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, സെക്കൻഡ് വൺ കൊഹസീവ്നെസ് ആണ്. കൊഹസീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? അത് കോമൺ പാർട്ടിക്കിൾ, ഒരേ ടൈപ്പിലുള്ള പാർട്ടിക്കിൾസിന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള കഴിവാണ് കോസീവ്നെസ്. ഓക്കെ, ഒന്ന് ഡെഫിനേഷൻ നോക്കുക. ദ എബിലിറ്റി ഓഫ് സാൻഡ് പാർട്ടിക്കിൾ ടു സ്റ്റിക്ക് ടുഗെദർ ഈസ് ടേംഡ് ആസ് കോസീവ്നെസ്. കോസീവ്നെസ് എന്ന് വെച്ചാൽ ഒരു സാൻഡിൻ്റെ മുകളിൽ മറ്റൊരു സാൻഡിന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള കഴിവാണ് കോസീവ്നെസ്. നല്ല കോസീവ്നെസ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ആ മോൾഡ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത് പോകും. ഓക്കെ, കോസീവ്നെസ് ഉണ്ടെന്ന് എന്ത് ചെയ്യും? ആ സാൻഡ് നമ്മൾ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് നിൽക്കും, മോൾഡിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. ഓക്കെ, അടുത്തത് തേർഡ് വൺ അദസീവ്നെസ്. എന്താ അദസീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒന്നിച്ച് നിൽക്കാനുള്ള കഴിവാണ് അദസീവ്നെസ്. നോക്കാം. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സാൻഡ് ഡ്യൂ ടു വിച്ച് ഇറ്റ് അതർ ഓർ ക്ലിങ്സ് ടു ദി സൈഡ്സ് ഓഫ് ദി മോൾഡിംഗ് ബോക്സ്. ഈ നമ്മളെ എടുക്കുന്ന സാൻഡ് എന്തായിരിക്കണം? ആ മൗൾഡിംഗ് ബോക്സ് അതിൻ്റെ സർഫസായിട്ട് എന്തായിരിക്കണം? ടൈറ്റായിട്ട് നിൽക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഒട്ടിച്ചേർന്ന് നിൽക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അതിന് റിക്വയർഡ് പ്രോപ്പർട്ടീസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ബോക്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ മോൾഡ് കൊളാപ്സ് ചെയ്ത് പോകും. ഓക്കെ, അദസീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള കഴിവാണ് അദസീവ്നെസ്. കോസീവ്നെസ് പറഞ്ഞാൽ കോമൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസിൻ്റെ അടുക്കാണ് കോസീവ്നെസ് പറയുന്നത്. ഓക്കെ, ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫ്ലോബിലിറ്റിയാണ്. ഫ്ലോബിലിറ്റി നോക്കുക. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് മോൾഡിംഗ് സാൻഡ് ടു ഫ്ലോ അറൗണ്ട് ആൻഡ് ഓവർ എ പാറ്റേൺ ഡ്യൂറിങ് റാമിങ് ആൻഡ് ടു യൂണിഫോംലി ഫിൽ ദി ഫ്ലാസ്ക്. ഓക്കെ, എന്നുവെച്ചാൽ ഒന്നുമില്ല, ഫ്ലോബിലിറ്റി നല്ലോണമുള്ള സാൻഡാന്ന് വെച്ചാൽ ആ സാൻഡിന് എന്ത് ചെയ്യുക? ആ മോൾഡിംഗ് ബോക്സിൻ്റെ എല്ലാ കോർണേഴ്സിലും പോയിട്ട് നല്ല യൂണിഫോമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഫ്ലോബിലിറ്റി എന്ന് വെച്ചാൽ. അടുത്ത അഞ്ചാമത്തത് റിഫ്രാക്ടറിനെസ്. നമ്മളെ സാൻഡ് ഹീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഹൈ ടെമ്പറേച്ചർ നമ്മളെ സാൻഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രോപ്പർട്ടിയാണ് റിഫ്രാക്ടറിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിലോ ആ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ബ്രേക്ക് ചെയ്ത് പോവും. ഓക്കെ, അതുകൊണ്ട് നമ്മളെ
മോൾഡിംഗ് സാൻഡിന് എന്ത് വേണം? ഹൈ റിഫ്രാക്ടറിനെസ് വേണം. ഓക്കെ, ലാസ്റ്റ് വൺ കെമിക്കൽ സ്റ്റെബിലിറ്റി. കെമിക്കൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ ഈ ഹൈ ടെമ്പറേച്ചറിലുള്ള മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സമയത്ത് അതൊരിക്കലും നമ്മളെ സാൻഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല, കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ സാൻഡിന് എന്തുണ്ടെന്ന് പറയാം? കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് മോൾഡിംഗ് സാൻഡിന് വേണ്ടുന്ന റിക്വയർഡ് പ്രോപ്പർട്ടീസ്.